ഞാൻ 1978 ഞാൻ ആദ്യമായിട്ടൊരു ശക്തമായ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുന്നത്. ഞാനന്ന് ബോംബെയിലായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ആദ്യത്തെ ഒരു ധ്യാനത്തിലാണ് എനിക്കൊരു ഗോഡ് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. അന്ന് മുതൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ളൊരു പരിശ്രമമാണ്. അന്ന് എനിക്ക് 27 വയസ്സേ ഉള്ളൂ. ഇന്നും ഞാൻ അതിൽ നിലനിൽക്കാൻ പരിശ്രമിക്കുന്നൊരു വ്യക്തിയാണ്. ഞാൻ പെർഫെക്റ്റ് അല്ല, ബട്ട് എങ്കിൽ പോലും എല്ലാ ദിവസവും അതിനുള്ളൊരു പരിശ്രമമുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ചെറുപ്പക്കാരായ വ്യക്തികൾക്ക് പ്രത്യേകിച്ച്, ഈവൺ എൻ്റെ മക്കളുടെ പ്രായമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുള്ളൂ. ഈ ഒരു പ്രായത്തിലൊരു പക്ഷേ നമുക്ക് തോന്നും, എന്തിനാണ് സ്പിരിച്വാലിറ്റി, എന്തിനാണ് ദൈവത്തോട്, എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ തോന്നാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം അതിനേക്കാൾ അട്രാക്റ്റീവായിട്ട് നമുക്ക് പലതും ഈ ലോകത്തിൻ്റേതായിട്ട് തോന്നും. അത് കുറെ വേണ്ടി നമുക്ക് എൻജോയബിളായിട്ട് തോന്നും. പ്രാർത്ഥന ഒരുപക്ഷെ കുറെ വേണ്ടി ഒരു എന്താ പറയുക, ഒരു ഇതിന് വേണ്ടിയിട്ട്, നിയമത്തിന് വേണ്ടി എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതിന് കവിഞ്ഞിട്ട് നമുക്ക് പലപ്പോഴും അത് എൻജോയബിൾ ആവുന്നില്ല എന്നുള്ളതൊരു സാധാരണ സംഭവമാണ്. എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷെ അത് പെരിഫറിയലാണ്. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ നമുക്ക് പറ്റാത്തത് കൊണ്ട് അതിനെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റാത്ത വണ്ണം ഉള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കും മിക്കവാറും നമ്മൾ. കാരണം അതിനേക്കാൾ ആകർഷകമായിട്ട് ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ, സിനിമ, അങ്ങനെയുള്ള പല കാര്യങ്ങളും അത് കുറേ കൂടി അട്രാക്റ്റീവാണ്. അത് നമുക്ക് കുറേ കൂടി എൻജോയബിളായിട്ട് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ മാക്സിമം സമയം അതിനുവേണ്ടി ചെലവഴിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതൊക്കെ ഉണ്ടെങ്കിലും there is a vacuum for ജീസസ്. ദൈവത്തിന് വേണ്ടിയുള്ളൊരു വാക്യൂം നമ്മുടെ ഹൃദയത്തിലുണ്ട്. പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല. കാരണം നമ്മൾ പലപ്പോഴും അത് അന്വേഷിക്കുന്നില്ല. ഏത് കാര്യവും അന്വേഷിച്ചാലാണ് തിരിച്ചറിയുക, അല്ലേ? നമ്മളൊരു ഡിക്ഷണറിയിൽ നിന്ന് ഒരു വാക്കിൻ്റെ അർത്ഥം കണ്ടെത്തണമെങ്കിൽ അത് നമ്മൾ അന്വേഷിച്ചു പോയാലേ കണ്ടെത്തുള്ളൂ. ഡിക്ഷണറിയിൽ അതുണ്ട്, പക്ഷെ നമ്മൾ അന്വേഷിച്ചാലേ കണ്ടെത്താൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ ദൈവാനുഭവം. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു അന്വേഷണം ഉണ്ടെങ്കിൽ, നമുക്കതിനോട് ആഗ്രഹം ഉണ്ടെങ്കിൽ, അതിന് എങ്ങനെയെങ്കിലും അത് നിറവേറപ്പെടും. എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു സ്റ്റെപ്പ് ദൈവത്തിലേക്ക് അടുക്കാൻ ശ്രമിച്ചാൽ 10 സ്റ്റെപ്പ് ദൈവം നമ്മളിലേക്ക് വരും. അങ്ങനെയാണ് വാസ്തവത്തിൽ നടക്കുന്നത്. അല്ലാണ്ട് മനുഷ്യൻ്റെ പ്രത്യേക കഴിവ് കൊണ്ട് മാത്രമല്ല. നമ്മളൊരു അറ്റംപ്റ്റ് എപ്പോഴും ഉണ്ടാകണം എന്നുള്ള നിർബന്ധമാണ്. പക്ഷേ അതിൻ്റെ റിസൾട്ട് വരുന്നത് ദൈവത്തിൽ നിന്നാണ്.